11 ദിവസമായി രാഹുൽ ഈശ്വർ ജയിലിൽ കിടക്കാൻ തുടങ്ങിയിട്ട് എന്നാൽ ഇപ്പോൾ അദ്ദേഹം പറയുന്നത് 11 ദിവസത്തോളം യാതൊരു തരത്തിലും തനിക്ക് ജയിലിൽ കിടക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഫോർട്ട് ആശുപത്രിയിൽ നിന്നും വൈദ്യപരിശോധന കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ അദ്ദേഹത്തെ തിരുവനന്തപുരം ജില്ലാ കോടതിയിലേക്ക് എത്തിക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. അതിജീവതയിലേക്ക് എത്താനുള്ള പലതരത്തിലുള്ള സൂചനകളും നൽകിയതും രാഹുൽ ഈശ്വർ തന്നെയായിരുന്നു. എന്തായാലും 11 ദിവസമായി അദ്ദേഹം ഇപ്പോൾ ജയിലിൽ കിടക്കുകയാണ്. ആദ്യഘട്ടത്തിലൊക്കെ കുറച്ച് ദിവസം നിരാഹാര സമരത്തിലായിരുന്നു. പിന്നീട് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞത് കിഡ്നിക്ക് തകരാറ് സംഭവിക്കുന്നു എന്നതുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ നിരാഹാര സമരം അവസാനിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും വ്യാഴാഴ്ച വരെയാണ് അദ്ദേഹത്തെ കസ്റ്റഡിയിലേക്ക് അനുവദിച്ചിരിക്കുന്നത്. 11:30 വരെയാണ് സമയം അനുവദിച്ചിരിക്കുന്നത്. കൂടാതെ ഈ കഴിഞ്ഞ ദിവസം ഈ ദിലീപിൻ്റെ കേസിലും വിധി വന്നിരുന്നു. അദ്ദേഹം കുറ്റവിമുക്തനായിരിക്കുകയാണ്. ആ വിഷയത്തിൽ തനിക്ക് സന്തോഷമുണ്ടെന്നും സത്യസന്ധമായ ഒരു വിധിയാണ് പുറത്തേക്ക് വന്നതെന്നും പറഞ്ഞു. കൂടാതെ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ താൻ ഇനിയും പിന്തുണയ്ക്കുമെന്നും പുരുഷ സംഘടനയോടൊപ്പമാണെന്നും ഈ പുരുഷന്മാർക്ക് ഏത് തരത്തിലുള്ള ഒരു പ്രശ്നം വന്നാലും താൻ മുന്നോട്ട് ഉണ്ടാകുമെന്നും കൂടി അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. ക്യാമറമാൻ അനിൽകുമാറിനൊപ്പം അനശ്വര, വിസ്മയ ന്യൂസ്, തിരുവനന്തപുരം.